ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ശ്രീനിഷ എഴുതിയിരിക്കുന്നൊരു മെയിലേക്ക് കിടക്കാം. മാഡം, എൻ്റെ പേര് ശ്രീനിഷ. യഥാർത്ഥ പേരല്ല. എനിക്ക് 28 വയസ്സുണ്ട്. എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 4 വർഷമായി മാഡം. ഹസ്ബൻഡ് ഗൾഫിലാണ് വർക്ക് ചെയ്യുന്നത്. കല്യാണം കഴിഞ്ഞ് ഹസ്ബൻഡ് വീട്ടിലേക്ക് വന്നപ്പോൾ അവിടെ അമ്മായപ്പനും അമ്മായിയമ്മയും ഉണ്ടായിരുന്നു. എനിക്കൊരു നാത്തൂനുമുണ്ട്. പക്ഷെ പുള്ളിക്കാരിയും ഗൾഫിൽ സെറ്റിൽഡാണ്. അമ്മായിയമ്മ വെളുത്ത് കാണാൻ സുന്ദരിയായി, വളരെ അടക്കവും ഒതുക്കവുമുള്ള, അധികം സംസാരിക്കാത്ത പ്രകൃതമായിരുന്നു. എന്നോട് സ്നേഹമാണ്, പ്രശ്നങ്ങളൊന്നുമില്ല. ഞങ്ങൾക്ക് പക്ഷേ കുട്ടികൾ ഇതുവരെ ആയിട്ടില്ല മാഡം. കാര്യം ഭർത്താവിന് ഭയങ്കര ബിസി ഷെഡ്യൂളാണ്. പലപ്പോഴും മാത്രമേ നാട്ടിൽ വരികയുള്ളൂ. എങ്കിലും പണം ഇഷ്ടം പോലെ ഉണ്ടാക്കുന്നുണ്ട്. അതിലൊന്നും ഒരു പ്രശ്നവുമില്ല. അമ്മായിപ്പനാണെങ്കിലും പാവമാണ്. പുള്ളിയാണ് വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കി നടത്തുന്നത്. പുള്ളിക്കും കുറേയധികം സ്വത്തുക്കളും ഒക്കെയുള്ള ആളാണ്. അദ്ദേഹം എന്നോട് ഭയങ്കര അറ്റാച്ച്ഡായിരുന്നു. പക്ഷേ കഴിഞ്ഞ വർഷം അദ്ദേഹം പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചുപോയി. ആക്ച്വലി എൻ്റെ അമ്മായിയമ്മയ്ക്ക് അമ്മായിപ്പനോട് ഭയങ്കര ബോണ്ടായിരുന്നു. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ അതേപടി അനുസരിച്ചായിരുന്നു അമ്മായിയമ്മ ജീവിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അച്ഛൻ നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോഴേക്കും അമ്മയുടെ ആഘാതം വളരെ വലുതായിരിക്കും. അമ്മ ഒരു വിഷാദത്തിലേക്ക് ആണ്ടുപോകുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ ചടങ്ങെല്ലാം കഴിഞ്ഞപ്പോഴേക്കും അമ്മായിയമ്മ കത്തിജ്വലിച്ചങ്ങ് എഴുന്നേറ്റു. എന്നിട്ട് പുള്ളിക്കാരിക്ക് സെൻറ്റിമെൻറ്റ്സും ഇല്ല, ഒന്നുമില്ല. ബന്ധുക്കളൊക്കെ പോയി. എൻ്റെ ഭർത്താവും ഗൾഫിലേക്ക് പോയി കഴിഞ്ഞപ്പോഴേക്കും പുള്ളിക്കാരി പഴയതുപോലെയല്ല, ആകെ മൊത്തം മാറി. ഭയങ്കര ചിരിയും കളിയും തമാശയും, ബന്ധുക്കളെയും ഒക്കെ വിളിച്ച് ഭയങ്കര ബഹളം. ഞാൻ ചോദിച്ചു, അമ്മേ, അച്ഛനുള്ളപ്പോൾ അമ്മ ആരെയും ഫോൺ വിളിക്കില്ലല്ലോ, ഫോൺ വെറും ഒരു അലങ്കാരം മാത്രമായിരുന്നല്ലോ, ഇപ്പം എന്താ അമ്മ ഇങ്ങനെ സംസാരിക്കുന്നേ എന്ന് ചോദിച്ചപ്പോഴേക്കും അമ്മ എൻ്റെ തോളിൽ വന്ന് പിടിച്ചു പറഞ്ഞു, എൻ്റെ പൊന്നുമോളെ, വിവാഹജീവൻ എന്ന് പറഞ്ഞല്ലേ വമ്പൻ കളത്തിനമടി. അങ്ങേരുടെ കൂടെ എന്നെ കെട്ടിച്ചു വിട്ട് അങ്ങേരെ എന്നെ ആനയെ ചട്ടം പഠിപ്പിക്കുന്ന പോലെ ഓരോന്ന് പഠിപ്പിച്ച് കൂച്ചുവിലും കിട്ടി നിർത്തിയിരിക്കുകയായിരുന്നു. മോൾക്കറിയാമോ, പണ്ടേ എൻ്റെ മനസ്സിൽ മോഡേണായിട്ട് ജീവിക്കണമെന്നാണ് ആഗ്രഹം. പലരുമായിട്ട് മിണ്ടണമെന്നും സൗഹൃദം കൂടണമെന്നും വീട്ടുകാരുമായി ആഘോഷങ്ങളൊക്കെ പങ്കെടുക്കണമെന്നും വേലയും പൂരവും ഒക്കെ കാണുമെന്ന് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. എൻ്റെ പൊന്നുമോളെ, രാത്രിയിലുള്ള ഒരു ഉത്സവം പോലും ഈ കാലത്തിനിടയ്ക്ക് അമ്മ കണ്ടിട്ടില്ല. അമ്മ എന്തൊക്കെയാണ് പറഞ്ഞത്? ഭർത്താവ് മരിച്ചു പോയത് നന്നായെന്നാണ് അമ്മ പറഞ്ഞത്. എന്ത് ചെയ്യാനാണ്? ഞാൻ പെട്ട കഷ്ടത്തിന് കണക്ക് നിന്നോട് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാകില്ല. അത്രയും പ്രതിസന്ധികളിൽ കൂടിയാണ് അയാളുടെ കൂടെ ഞാൻ ജീവിച്ചു പോകുന്നത്. ഇനിയിപ്പോൾ എനിക്ക് ഒന്ന് റിലാക്സ് ആകണം. അമ്മേ, അതേടി, സമൂഹത്തിന് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ പലതും കാട്ടിക്കൂട്ടുന്നത്. ഇനിയിപ്പം ആരെയും ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. അങ്ങനെ അല്ലാതെ ഈ ലോകത്തിൽ ആരെയും എനിക്ക് പേടിയില്ല എന്നൊക്കെ അമ്മായിമ്മ പറയുകയാണ്. ഞാൻ ഓർത്തു, ഇനി മാനസിക നില തെറ്റിപ്പോയതാണോ? ഭർത്താവിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഭർത്താവ് എന്നോട് പറഞ്ഞു, അമ്മ ഒത്തിരി അടങ്ങി ഒതുങ്ങിയാണ് ജീവിച്ചിരുന്നത്. അമ്മ ശരിക്കുമില്ലേ കോളേജ് പിള്ളേരെ പോലുള്ള മനസ്സുള്ള ആളാണ്. പക്ഷേ അച്ഛൻ നിയന്ത്രിച്ച് നിർത്തിയാണെന്ന് അമ്മ പണ്ട് തൊട്ടേ പറയുമായിരുന്നു. സാരമില്ല, ഇനി അമ്മയുടെ ഇഷ്ടം പോലെ ജീവിക്കട്ടെ. പണവും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. നീയും അമ്മയുടെ കൂടെ ജോളിയായിട്ടിരിക്കൂ. ഞാൻ നിങ്ങൾ രണ്ടുപേരെ നിയന്ത്രിക്കാൻ വരുന്നില്ല. ഇനിയെങ്കിലും അമ്മയുടെ ഇഷ്ടത്തിന് കഴിഞ്ഞോട്ടെ എന്ന് പറഞ്ഞു. എന്തായാലും എൻ്റെ ഭർത്താവിനും അച്ഛനോട് ഇത്തിരി പേടിയുണ്ടായിരുന്നു. അതുകൊണ്ട് അമ്മയുടെ കാര്യം അറിയാമെങ്കിലും പുള്ളി മിണ്ടാതിരിക്കുകയായിരുന്നു. പുള്ളിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. പിന്നീടാണ് അമ്മയുടെ തനി സ്വഭാവം എനിക്ക് മനസ്സിലായത്. സിന്ദൂരൊക്കെ ഇടാൻ പറ്റത്തില്ലെന്നല്ലേ ഉള്ളൂ. അമ്മ നല്ല പട്ടുസാരിയൊക്കെ കൊടുത്ത് സുന്ദരിയായിട്ടിരിക്കാൻ തുടങ്ങി. അതുമാത്രമല്ല, എന്നോട് ഡ്രൈവിംഗ് പഠിക്കണമെന്ന് പറഞ്ഞു. എടീ, അമ്പലങ്ങളിൽ വല്ല വേലയും പോരും ഉണ്ടെങ്കിൽ നമുക്ക് പോകാം, ഉത്സവമൊക്കെ ഇനി രാത്രി പോയി കണ്ടിട്ട് നമുക്ക് തന്നെ തിരിച്ചു വരാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാനത് പഠിച്ചു. പിന്നീട് അമ്മയും ഞാനും കൂടെ ഒത്ത കൈയായിരുന്നു മാഡം. ഞങ്ങൾ ടൗണിൽ കറങ്ങി നടക്കും. ഷോപ്പിംഗ് മാളിലൊക്കെ പോയി കഴിഞ്ഞാലേ രാവിലെ അങ്ങ് പോകും. രാവിലത്തെ ഭക്ഷണം മാത്രമേ കഴിക്കുള്ളൂ. പിന്നീട് ഉച്ചയ്ക്ക് അവിടെ നിന്ന് കഴിച്ചിട്ട് വൈകുന്നേരം ആകുമ്പോഴേ വരികയുള്ളൂ. ഞാൻ അമ്മയോട് ചോദിക്കും, അമ്മേ, ഇങ്ങനെയൊക്കെ നടക്കുന്നത് കണ്ടാൽ നാട്ടുകാരെല്ലാം പറയില്ലേ? നാട്ടുകാരെ, എനിക്ക് നാട്ടുകാരൊന്നും പേടിയില്ല. എൻ്റെ ഭർത്താവിനെ മാത്രമേ പേടിയുണ്ടായിരുന്നുള്ളൂ. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് അയാൾ ഉപദ്രവിക്കും. അതുകൊണ്ടാണ് മോളെ ഞാൻ അടങ്ങി ഒതുങ്ങിയിരുന്നത്. പിന്നെ പിടിച്ചു നിൽക്കണ്ടേ ഒരു വിവാഹ ജീവിതത്തിൽ, അത്രയേ ഉള്ളൂ. നാട്ടുകാർക്ക് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ മറുപടി പറഞ്ഞോളാം. നീ എൻ്റെ കൂടെ കട്ടയ്ക്കങ്ങ് നിന്നാൽ മതി എന്ന് പറഞ്ഞു. എനിക്കും ഇതിൽ പരവരെ ആനന്ദമില്ല. ഞാൻ ചോദിച്ച, അമ്മേ, ഇത്രയും നാളായിട്ടും കുട്ടികളുണ്ടാകത്തിന് അമ്മയ്ക്ക് എന്നോട് എന്തെങ്കിലും വിരോധം ഉണ്ടെന്ന്? കുട്ടികളും ഉണ്ടായിട്ട് എന്തോ കാര്യം സാധിക്കാനും? നല്ല രീതിയിൽ എൻജോയ് ചെയ്യണം. 10 വർഷം കഴിഞ്ഞ് കുട്ടികളുണ്ടായാലും കുഴപ്പമൊന്നുമില്ല മോളെ, നീ ഇങ്ങോട്ട് വാ, നമുക്ക് എൻജോയ് ചെയ്യാമടി എന്ന് പറഞ്ഞു. അമ്മ ഇങ്ങ് തരളിതയാകുകയാണെന്ന് എനിക്ക് മനസ്സിലായി. ആകെ രൂപവും വസ്ത്രമൊക്കെ മാറിയപ്പോഴില്ലേ അമ്മയ്ക്ക് ഒരു മാദകത്വം കൂടിയോ എന്നൊരു സംശയം. എൻ്റെ ലിപ്സ്റ്റിക്കൊക്കെ എടുത്ത്
ചുണ്ടിലിടും. ആണുങ്ങൾ അമ്മയെ നോക്കുന്നത് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മേ, കൊച്ചു പിള്ളേരും ആണുങ്ങളൊക്കെ അമ്മയെ നോക്കുകയാണെന്ന്. അതിനെന്താ മോളെ, നോക്കട്ടെ. ആയ കാലത്തും അമ്മ ആരും നോക്കിയില്ല, ഇനിയെങ്കിലും നോക്കട്ടെ. അമ്മയ്ക്ക് ഇനി വേറെ കല്യാണം കഴിക്കണമെന്നുണ്ടോ? അയ്യോ, എൻ്റെ പൊന്നും കൂടെ തപ്പനെ, എനിക്ക് കല്യാണമൊന്നും കഴിക്കേണ്ട. പക്ഷേ എൻജോയ്മെൻറ്റ്, ആഗ്രഹിച്ച യാത്രകളെല്ലാം അമ്മയ്ക്ക് നടത്തണം. അതിന് മാറ്റമില്ല മോളെ, നീ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം ഞങ്ങൾ രാവിലെ പോയി മാഡം. വൈകുന്നേരം 7 മണിയായപ്പോഴാണ് തിരിച്ചു വന്നത്. അപ്പോൾ ഞങ്ങളുടെ വീടിന് തൊട്ടടുത്ത് ഒരു ബന്ധു വീടുണ്ട്. അമ്മയുടെയും അച്ഛൻ്റെയൊക്കെ ബന്ധുവാണ്. അവിടെ ഒരു സ്ത്രീയുണ്ട്. അമ്മയേക്കാൾ ഒരു 2-3 വയസ്സിന് മൂത്ത സ്ത്രീയാണ്. അവരെ അമ്മായിമ്മയോട് ചോദിച്ചു, അല്ല, മരുമോളും അമ്മായിമ്മയും കൂടെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എവിടെ പോകുകയത്? നാട്ടുകാർ അതും ഇതും പറയുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മായിമ്മ അവരോട് പറയുകയാണ്, നാട്ടുകാർ അതും ഇതും പറയണ്ട, വ്യക്തമായ കാര്യം ഞാൻ പറയാം. എനിക്ക് ടൗണിലൊരു കാമുകനുണ്ട്, എൻ്റെ മരുമകൾക്കൊരു കാമുകനുണ്ട്, ഞങ്ങൾ എൻജോയ് ചെയ്തിട്ട് വരികയാണ് എന്ന് നാട്ടുകാരോട് പറഞ്ഞോളൂ എന്ന് പറഞ്ഞിട്ട് നീ വാ എന്ന് പറഞ്ഞ് അകത്തേക്ക് പോയി. ഞാൻ ചോദിച്ചു, അമ്മ എന്താ പറഞ്ഞത്? ആ സ്ത്രീ ആരോടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ആളുകളെ വിശ്വസിക്കില്ലേ? അപ്പം അമ്മ പറഞ്ഞു, ഇനിയിപ്പോൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും നമ്മൾ പുറത്തു പോയി കഴിഞ്ഞാൽ നമ്മളെക്കുറിച്ച് ഇങ്ങനെ എന്തെങ്കിലും കഥകൾ പറയും. അമ്മയ്ക്ക് ഇത്രയും ധൈര്യമുണ്ടോ? എങ്കിൽ സ്വന്തം ഭർത്താവിൻ്റെ സ്വഭാവം അമ്മയ്ക്ക് തരണം ചെയ്തുകൂടായിരുന്നോ? അങ്ങേരെ നിലയ്ക്ക് നിർത്തിയാൽ അമ്മയ്ക്ക് ഇത്രയും പ്രശ്നം ഉണ്ടാകുമായിരുന്നോ? മരിച്ചു കഴിഞ്ഞിട്ട് ഇത്രയും സ്വാതന്ത്ര്യം ആവശ്യമുണ്ടോ? പുള്ളി ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ആവശ്യത്തിന് സ്വാതന്ത്ര്യം നേടിയെടുക്കാമല്ലോ എന്ന്. അപ്പോൾ അമ്മ പറഞ്ഞു, എന്ത് ചെയ്യാനാണ്? ഭർത്താവെന്ന് പറയുമ്പോൾ എല്ലാ സ്ത്രീക്കും വീക്ക്നെസ്സാണ്. പിന്നെ നിനക്കറിയാമല്ലോ, ഇത്തിരി സാമ്പത്തികം കുറഞ്ഞ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് ഞാൻ വന്നത്. ഇവിടെ സ്വത്തുക്കളും വകകളും ഒക്കെ ഉണ്ട്. ഞാനിതെല്ലാം ഇട്ട് കളഞ്ഞ് അങ്ങ് ചെന്ന് കഴിഞ്ഞാൽ എന്നെ ആര് സ്വീകരിക്കാനാണ്? ഇനിയിപ്പോൾ ഇതെല്ലാം എൻ്റെ സ്വന്തമാണ്. ഇനി ഇത്തിരി ജോലിയായിട്ട് നടക്കണം. നീ എൻ്റെ കൂടെ നിൽക്കില്ലേ മോളെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അമ്മയുടെ കൂടെ അല്ലേ ഞാൻ, ഒരു പ്രശ്നവുമില്ല. അമ്മയപ്പോൾ എന്നെ കെട്ടിപ്പിടിച്ചു. എടി, നിന്നെപ്പോലൊരു മരുമകളുള്ളതാണ് എൻ്റെ ഭാഗ്യം. എൻ്റെ മോളില്ലേ, അവളാണെങ്കിൽ അച്ഛൻ്റെ തന്നെ സ്വഭാവമാണ്, എൻ്റെ മോന് എൻ്റെ സ്വഭാവമാണ്, അതുകൊണ്ട് നമുക്ക് കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു. എന്തായാലും അമ്മ ഉദ്ദേശിക്കുന്നത് എന്താണെന്നൊന്നും എനിക്ക് മനസ്സിലായില്ല. ജോലിയായിട്ട് മുന്നോട്ട് പോകാം എന്ന് മാത്രം ഞാൻ വിചാരിച്ചുള്ളൂ. ആ സമയത്ത് ഒരു ദിവസമില്ലേ അമ്മായിമ്മ എന്നോട് ചോദിച്ചു, എടി, ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കുകയാണ്, നീ തുറന്ന് എന്നോട് മറുപടി പറയണമെന്ന്. എന്താ അമ്മയെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അമ്മ എൻ്റെ അടുത്ത് കസേര വലിച്ചിട്ടിട്ട് പറഞ്ഞു, എടി, എൻ്റെ മകനും നീ തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ്? നിനക്ക് ഓക്കെ ആണോ? ഓക്കെ ആണമ്മേ. അല്ല, അവനിങ്ങനെ വർഷത്തിലൊരിക്കലോ 1.5 വർഷത്തിലൊരിക്കലോ വരുന്നതിൽ നിനക്ക് പ്രശ്നമില്ലേ? അവനെ നീ മിസ് ചെയ്യാറില്ലേ? ഇനിയിപ്പോൾ ആ സമയത്ത് നീ എന്താ ചെയ്യുന്നത്? നീ കൈകൾ വട്ടം കറക്കാറുണ്ടോ മോളെ? അത് എൻ്റെ മോനെ ഓർത്തിട്ടാണോ? അതോ ചില സമയത്തൊക്കെ നീ സെൽഫ് എടുക്കുമ്പോൾ മറ്റാണുങ്ങളെ ഓർക്കാറുണ്ടോ? നല്ല സുന്ദരന്മാരെ, നിൻ്റെ പഴയ കാമുകന്മാരെ, അല്ലെങ്കിൽ സിനിമാ നടന്മാരെയൊക്കെയാണോ നീ ഓർക്കുന്നത് എന്ന് ചോദിച്ചു. ഞാനത് കേട്ട് ഞെട്ടിപ്പോയി. അമ്മ എന്തൊക്കെയാണ് പറഞ്ഞത്? ഞാൻ കൈവട്ടം കറക്കുകയും കൈക്കുത്തലും ഒന്നും എൻ്റെ കയ്യിലില്ല, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നുമില്ല. പിന്നെ അദ്ദേഹം വിളിക്കുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി എന്തെങ്കിലുമൊക്കെ സംസാരിക്കും, അത്രയേ ഉള്ളൂ. പിന്നെ പുള്ളി വരുമ്പോൾ വരെ ഞാൻ കാത്തിരിക്കും, അല്ലാതെ എൻ്റെ മനസ്സ് വഴി തെറ്റാനുള്ള ഒരു സാഹചര്യമില്ല. ബെസ്റ്റ്, നീ തനിപ്പഴഞ്ചൻ തന്നെ. എടി, ആണും പെണ്ണുമാകുമ്പോഴേക്കും നല്ല ആക്റ്റീവായിട്ടിരിക്കണ്ടേ? അല്ല, അമ്മയും അച്ഛനും കൂടെ എങ്ങനെയായിരുന്നു? അയാളെ കൊണ്ട് ഒരു ഗുണവുമില്ലായിരുന്നു മോളെ. എങ്കിലും ഞാൻ പറയുകയാണ്, ഭാര്യയും ഭർത്താവുമാകുമ്പോൾ ആക്റ്റീവായിട്ട് നല്ല സ്നേഹത്തോടു കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും ഒരു ബന്ധം വേണം. അതുമാത്രമല്ല, പിന്നെ ആരുമില്ലെങ്കിൽ, അടുത്തില്ലെങ്കിൽ സെൽഫ് എടുക്കാനുള്ളൊരു പക്വതയും അറിവൊക്കെ വേണ്ടേ? അതൊന്നും നിനക്കില്ലേ? നീ കോളേജിലൊക്കെ പഠിച്ചതല്ലേ, ഹോസ്റ്റലിൽ നിന്നല്ലേ? അമ്മയ്ക്ക് പോലും അറിയാമല്ലോടി ആ കാര്യങ്ങൾ. അമ്മ വർഷങ്ങളായി സ്വന്തം കാര്യങ്ങൾ സ്വയമാണല്ലോ നോക്കുന്നതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞമ്മേ, ഇതുവരെ ആ കാര്യത്തിലേക്ക് ഞാൻ കടന്നിട്ടില്ല. അത് തെറ്റാണെന്ന് എൻ്റെ വിചാരം. തെറ്റ് എടി, അവനവൻ്റെ കാര്യം നോക്കാൻ അവനവനല്ലാതെ അടുത്തുള്ളവർ വരുമെന്ന് വിചാരിക്കരുത്, അതാണ് തെറ്റ് എന്നമ്മ പറഞ്ഞു. അമ്മയ്ക്ക് ഇതൊക്കെ അറിയാമായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അമ്മ പറഞ്ഞു, പിന്നെ അവോയ്ഡ് ചെയ്യുന്ന ഭർത്താവ്, ഭരിക്കുന്ന ഭർത്താവ്, അതിനിടയ്ക്ക് വല്ലപ്പോഴും ഏതെങ്കിലും ഒരു മഴ പെയ്താലായി, അതിനിടയ്ക്ക് നമുക്കും വേണ്ടേ നമ്മുടെ കാര്യങ്ങൾ. അതുകൊണ്ട് ഞാൻ എൻ്റേതായ ചില ഇടങ്ങൾ കണ്ടെത്തുമായിരുന്നു. ദൈവമേ, പമ്മി പതുങ്ങിയിരുന്ന അമ്മ എന്നേക്കാൾ അഡ്വാൻസ്ഡ് ആണല്ലോ എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അമ്മായിയമ്മ പൊട്ടിച്ചിരിച്ചു. ജീവിക്കണ്ടേ മോളെ, ഈ ജീവിതം തന്നെ ഒരു വിഡ്ഢിവേഷം കെട്ടലാണല്ലോ എന്നമ്മ പറഞ്ഞു. പിന്നെ അമ്മ പറഞ്ഞു, വാ, നിന്നെ ഒരു കൂട്ടം കാണിക്കാതെ പറഞ്ഞു. അകത്ത് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കില്ലേ മാഡം, ഒത്തിരി പഴയതാണ്, എങ്കിലും ഒരു സംഗതി അമ്മായിയമ്മ കാണിച്ചു തന്നു. ഇതെന്താ അമ്മേ,
കണ്ടിട്ട് എന്ത് തോന്നുന്നു? അല്ല, ഇത് ആണുങ്ങളുടെ പോലുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, ആ അതേപോലെ ഷേപ്പുള്ളൊരു സ്ഥാനമാണ് സ്ത്രീകളെ സഹായിക്കാൻ വേണ്ടിയിട്ട്. അല്ലമ്മേ, ഇതൊക്കെ അമ്മയ്ക്ക് എവിടെ നിന്ന് കിട്ടി? അത് എൻ്റെ രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞ് ഒരു 2 വർഷം കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരിയെ ആദർശമായിട്ട് കാണാനിട വന്നു. അപ്പോൾ ഭർത്താവിൻ്റെ അവഗണനയെ പറ്റി പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവളാണ് എന്നോട് പറഞ്ഞത് അവളുടെ ഭർത്താവ് ഗൾഫിലായിരുന്നു, അവൾ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു, അവൾ ഉപയോഗിച്ച് പഴകിയൊരു സാധനമാണ് മോളെ എനിക്ക് തന്നത്. അതാണിത്, ഒത്തിരി വർഷം പഴക്കമുള്ളതാണ്. അത് ഞാൻ സാരിക്കുള്ളിൽ ഒളിപ്പിച്ചു വെച്ചേക്കുമായിരുന്നു. എന്തായാലും ഭർത്താവ് നോക്കില്ലെന്ന് എനിക്കറിയാം. അത് എനിക്കൊത്തിരി ഉപകാരമായി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഓർത്തു, ശരിക്കും ആരെയും നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ഓരോ മനുഷ്യർക്കും ഓരോ ദുരൂഹതകളുണ്ട്. എത്ര വലിയ രഹസ്യങ്ങളാണ് ഓരോരുത്തരുടെ മനസ്സിലും. ഞാനാണെങ്കിൽ പൊട്ടിച്ചിരിച്ചു. അമ്മാമ്മ ചോദിച്ചു, മോളെ ഇതിൻ്റെ അത്യാധുനിക വേർഷനൊക്കെ ഇല്ലേ മോളെ, നമുക്കത് ഓൺലൈനിൽ വരുത്താൻ പറ്റുമെന്ന്. ഞാൻ പറഞ്ഞു, അമ്മേ ഓൺലൈനിൽ അത് വരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ അഡ്രസ്സ് മറ്റു കാര്യങ്ങൾ നമുക്ക് കൊടുക്കേണ്ടി വരില്ലേ? നമ്മളിത് വരുത്തിയെന്ന് ആരെങ്കിലും അറിയില്ലേ? പിന്നെന്ത് ചെയ്യും? അമ്മയ്ക്ക് അത്യാവശ്യമാണെന്ന് ചോദിച്ചു. അപ്പോൾ അമ്മ പറഞ്ഞു, അത്യാവശ്യമാടി, ഇപ്പോഴത്തേത് വളരെ നല്ലതാണെന്ന് ഞാൻ മൊബൈൽ നോക്കിയെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഫേസ്ബുക്കിൽ തിരഞ്ഞു മാഡം. ഒരു നമ്പർ കിട്ടി, അതിലേക്ക് വിളിച്ചു. അയാൾ ഒരു ഷോപ്പിൻ്റെ പേര് പറഞ്ഞു, ഗൾഫ് സാധനങ്ങളൊക്കെ വിൽക്കുന്ന ഷോപ്പാണ്. അവിടെ ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും അമ്മായിമ്മയും കൂടെയാണ് പോയത്. ഞങ്ങൾ കണ്ടിഷ്ടപ്പെട്ട് ഒന്ന് വാങ്ങി. ഭാഗ്യത്തിന് അവിടെ ഒരു പെൺകുട്ടിയായിരുന്നു എല്ലാം ഡീൽ ചെയ്തത്. ആണുങ്ങളുണ്ടെങ്കിൽ ഞങ്ങൾ വാങ്ങില്ലെന്ന് പറഞ്ഞിരുന്നു. എന്തായാലും നല്ലൊരു കാര്യം കിട്ടി അമ്മയ്ക്കും എനിക്കും. അത് പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടി ചർച്ച ചെയ്ത് അവനവൻ്റെ സ്വകാര്യതയിൽ വെച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഇത് കഴിഞ്ഞപ്പോഴാണ് അമ്മായിമ്മ പറഞ്ഞത്, എടി ഞാനിനി നിന്നോടൊരു കാര്യം പറയാം, നീ അതിലേക്ക് വരണമെന്ന് ഞാൻ പറയില്ല, പക്ഷേ അമ്മയ്ക്കൊരു ആഗ്രഹമുണ്ടെന്ന്. ഞാൻ ചോദിച്ചു, എന്താ അമ്മയെന്ന്? എടി, യന്ത്രങ്ങൾക്ക് യന്ത്രങ്ങളാകാനേ പറ്റുകയുള്ളൂ, പകരം റിയലായ ചില കാര്യങ്ങളിലേക്ക് കടന്നാലോ എന്ന്. ഞാനത് കേട്ട് ഞെട്ടിപ്പോയി. അമ്മ വേണ്ട, അതൊക്കെ ഡേഞ്ചറസ് ആണ്, അത് പ്രശ്നമാകും, ആരെങ്കിലുമായിട്ട് അമ്മ ബന്ധമുണ്ടാക്കി കഴിഞ്ഞാൽ കുഴപ്പമാകും. എനിക്ക് ബന്ധവും കല്യാണം ഒന്നും വേണ്ട മോളെ. പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് ചെറുപ്പക്കാർക്ക് എന്നെപ്പോലുള്ള സ്ത്രീകളോട് ഒത്തിരി ഇഷ്ടമാണെന്നും പിന്നെ വിവാഹം കഴിഞ്ഞ സ്ത്രീകളോട് ഒത്തിരി താല്പര്യമുണ്ടെന്നും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞാൽ എനിക്കറിയില്ല, അതൊക്കെ നിറം പിടിപ്പിച്ച കഥകളാകും. യഥാർത്ഥത്തിൽ എല്ലാവരും ഇതിനു വേണ്ടി നടക്കുകയാണോ? അപ്പം അമ്മയും പറഞ്ഞു, എടി നീ വിചാരിച്ചാൽ പറ്റും, സോഷ്യൽ മീഡിയയിലോ എവിടെയെങ്കിലുമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കിട്ടില്ലേ മോളെ എന്ന്. ഞാൻ പറഞ്ഞു, വേണ്ടമ്മേ, അത്രയും വേണ്ട, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്, നമ്മൾ രണ്ടുപേരും കൂടി പ്രശ്നക്കാരായി മാറരുത്, ചേട്ടനൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാകുമെന്നും. ചേട്ടൻ അവനോടവില്ല, ഫിലിപ്പീനി പെണ്ണുങ്ങളുടെ കൂടെ ആയിരിക്കും താമസം എന്ന് പറഞ്ഞു. അമ്മേ ഇങ്ങനെ പറയാതെ. പിന്നെ ഞാൻ എന്താ പറയേണ്ടത്? എടി, ഞാൻ വേറെ കാണിച്ചിക്കട്ടെ, ഇന്നാളിൽ നീ നിധിന്നോ നീതൂന്നോ ഏതോ പറഞ്ഞ നിൻ്റെ ഒരു കൂട്ടുകാരില്ലേ, അവളെ മൊബൈലിൽ ഉപദേശിക്കുന്നത് കേട്ടല്ലോ, ഭർത്താവല്ലാതെ മറ്റു പുരുഷന്മാരോട് ബന്ധമുണ്ടാക്കരുത്, ഇപ്പം 2, 3, 4 ആയില്ലേ, നിർത്തരുതോ എന്നൊക്കെ ചോദിച്ചിട്ട് നീ അവളെ എന്തൊക്കെയോ പറഞ്ഞത് കേട്ടല്ലോ, ആരാന്ന് ചോദിച്ചു. അമ്മ ഇതപ്പം കേട്ടു. അല്ല, നീ അപ്പുറത്തുനിന്ന് സംസാരിക്കുന്നത് ഞാൻ കേട്ടായിരുന്നു. ആരാ അവള്? അത് എൻ്റെ ക്ലാസ്മേറ്റാണ് കേട്ടോ, അവർ രണ്ടുപേരോട് പ്രേമിച്ച് കല്യാണം കഴിച്ചതാണ്. അവന് ഇപ്പം അവളോട് വലിയ താല്പര്യമില്ലെന്ന് പറഞ്ഞിട്ട് ചുറ്റിക്കറങ്ങ് നടക്കുകയാണ്. രണ്ടുപേരും ഏകദേശം വിവാഹമോചനത്തിന് വക്കിലാണ്. അപ്പോൾ അവനെ ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ടും അവനെ വെല്ലുവിളിക്കാൻ വേണ്ടിയിട്ടും ഇവളാണെങ്കിൽ ഇപ്പോഴില്ലേ കോളേജിൽ പഠിക്കുന്ന 3-4 ചെക്കന്മാരെ വീട്ടിലേക്ക് ക്ഷണിച്ചു. അവന്മാരുമായിട്ട് കമ്പനിയാണ്, അടിച്ചു പൊളിച്ച് കറങ്ങി നടക്കുകയാണ്. അവളോട് പിണങ്ങി നിൽക്കുന്ന വിവാഹമോചനം ആവശ്യപ്പെട്ട ഭർത്താവ് അറിഞ്ഞു. അപ്പോൾ അയാൾ വഴക്കിന് വന്നു. അന്ന് വലിയ പ്രശ്നമായിരുന്നു. അതാണ് അവൾ എന്നെ വിളിച്ചത്. ഞാനന്ന് ഒത്തിരി ഉപദേശിച്ചു, അല്ലാതെ ഞാൻ എന്ത് ചെയ്യാനാ? എന്നിട്ട് അവർ രണ്ടുപേരും ഒന്നിച്ചോ? ഏയ്, ഇപ്പോഴും രണ്ടുപേരും കല്യാണമൊന്നും ഒഴിഞ്ഞിട്ടില്ല, പക്ഷേ കീരിയും പാമ്പും പോലെ നടക്കുന്നുണ്ട്. അയാളുടെ പാട്ടിന് പോകും. ഇവളാണെങ്കിൽ പഴയ കാര്യങ്ങൾ ഇപ്പോഴും തുടരുന്നുണ്ട്. അതുകൊണ്ട് ഞാനങ്ങനെ വിളിക്കാറില്ല. അവളുടെ വൃത്തികെട്ട കഥ കേൾക്കാൻ എനിക്ക് വയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അമ്മ പറഞ്ഞു, എടി അവളൊരു പൊന്മുട്ടയിടുന്ന താറാവാണ്. അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞത്? എടി, അവൾ ഇങ്ങനെയാണെങ്കിൽ അവളുടെ കയ്യിൽ ഒത്തിരി കോണ്ടാക്ട്സ് കാണും, അവളെ കാണാൻ എങ്ങനെയാ സുന്ദരിയാണെന്ന് ചോദിച്ചു. ഞാനപ്പോൾ മൊബൈൽ ഫോട്ടോ കാണിച്ചു. കൊള്ളാമല്ലോ, അപ്പം അവളുടെ കൂടെ വരുന്ന ആൾക്കാരും നല്ല സുന്ദരന്മാരായിരിക്കും. മോളെ, ഇവള് മതി, ഇവളോട് നീ മിണ്ടാതിരിക്കരുത്. പതുക്കെ അവളോട് സംസാരിച്ച് അമ്മയുടെ കാര്യമൊന്ന് പ്രസൻറ്റ് ചെയ്യുക. അമ്മ എന്തായി പറഞ്ഞത്? എന്താ പറയുന്നത് നിനക്ക് മനസ്സിലായില്ലേ? അവളുടെ കസ്റ്റഡിയിൽ നല്ല സൂപ്പർ ചെക്കന്മാരെ കാണും, അതിൽ എനിക്ക് സെലക്ട് ചെയ്യാൻ ഒരവസരം മോള് പറയാൻ പറഞ്ഞു. അമ്മയെ വേണ്ട, നാണക്കേടെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അമ്മ പിണങ്ങി. നീ പറയണം, നിൻ്റെ കൂട്ടുകാരിയല്ലേ, അവളുടെ എല്ലാ വിദ്യകളും തുറന്ന് നിന്നോട് പറയുന്നതാണ്. ഈ കാര്യത്തിൽ അവൾ നമ്മളെ സഹായിക്കുവേണ്ടി. അമ്മയുടെ ഒരു മോഹമാണ് നമ്മുടെ ഫോൺ നമ്പരോ അല്ലെങ്കിൽ നമ്മുടെ
വീടോ നമ്മുടെ അഡ്രസ്സോ ഒന്നും പറയാതെ അവൾ വഴി നമുക്ക് കാര്യം സാധിച്ചെടുക്കാം. അവളുടെ വീട്ടിൽ നമുക്ക് പോയി താമസിക്കാം. അവിടെയാകുമ്പോൾ ഒരു പ്രശ്നമില്ലാതെ കാര്യങ്ങൾ നടക്കും. അമ്മ എന്താ ചുമ്മാ ഇങ്ങനെയൊക്കെ പറഞ്ഞത്? അവിടുത്തെ സാഹചര്യം എന്താണെന്ന് അറിയാതെ പറ്റുമടി. അവിടെ ഭർത്താവ് എവിടെയെങ്കിലും ഇറങ്ങിപ്പോകുന്നവനായിരിക്കും. അവൾ തനിയെ അവിടെ കാണുകയുള്ളൂ. അല്ലെങ്കിൽ കുട്ടിയോ മറ്റോ ഉണ്ടെങ്കിലും അവൾ തനിയാണെന്ന് വിചാരിച്ചാൽ പോരെ. പ്രശ്നമൊന്നുമില്ല, സാഹചര്യം കാണും. അല്ലെങ്കിൽ എങ്ങനെയാ അവൾക്ക് ഇത്രയും ബന്ധങ്ങൾ ഉണ്ടാകുന്നത്? നീ വിളിച്ച് എൻ്റെ കാര്യം ഒന്ന് പ്രസൻറ്റ് ചെയ്യേ, ഞാൻ പിന്നീട് അവളോട് സംസാരിക്കാം. അല്ലെങ്കിൽ നമുക്ക് അവളെ ഒന്ന് കാണാൻ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ അമ്മായിമ്മയുടെ നിർബന്ധം മൂലമാണ് അവളുടെ ഫ്ലാറ്റിലേക്ക് ഞങ്ങൾ ചെന്നത്. അവളുടെ ഭർത്താവ് എവിടെയൊക്കെയാണ് വല്ലപ്പോഴും മാത്രമേ വരികയുള്ളൂ. ഇവൾക്ക് ചെറിയ ജോലിയുണ്ട്. പിന്നീട് ആണുങ്ങളെ പൈസ കൊടുക്കുമല്ലോ. അവൾ ആദ്യം ഭർത്താവിൻ്റെ കഥ പറഞ്ഞ് ഒന്ന് സെൻറ്റിമെൻറ്റ്സായി. അപ്പോഴേക്കും അമ്മായിമ്മ കയറി അവളെ അങ്ങ് അനുകൂലിച്ചു. സാരമില്ല മോളെ, അവന്മാർ ഇങ്ങനെ നടക്കുകയാണെങ്കിൽ നമുക്ക് നടക്കാം, ഒരു പ്രശ്നമില്ല. ഇങ്ങനെ വേണം ഇവന്മാരെയൊക്കെ പാഠം പഠിപ്പിക്കാൻ. മോളൊരു മിടുക്കി കുട്ടിയാ എന്നൊക്കെ പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അവൾക്കും അമ്മായിമ്മയോട് താല്പര്യമായി. അത് കഴിഞ്ഞ ശേഷമാണ് അമ്മായിമ്മയുടെ സിറ്റുവേഷനും പൂർവ്വകാല കഥകളും ഒക്കെ പറഞ്ഞ് അമ്മായിമ്മയുടെ ആഗ്രഹം ഞാൻ പ്രസൻറ്റ് ചെയ്തത്. അപ്പോഴേക്കും അവൾ പറഞ്ഞു, അതിനൊരു കുഴപ്പമില്ല ആൻറ്റി. ആൻറ്റിയുടെ മനസ്സ് ശരിയാണ്. ആൻറ്റിക്ക് എന്നെ മനസ്സിലാക്കാൻ പറ്റും. എനിക്ക് ആൻറ്റിയും എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും പെട്ടെന്ന് ക്ലോസായി. ഞാൻ പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും കൂടി എന്തിനു വേണമെങ്കിലും ഏർപ്പെട്ടുള്ളൂ, എന്നെ ഇതിൽ പിടിച്ചിടരുത്. ഞാൻ പരോക്ഷമായി സപ്പോർട്ട്, അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞു. അമ്മായിമ്മ പറഞ്ഞു, അത്രയും മതിയടി, ഒരു സപ്പോർട്ട്, അതിൽ കൂടുതലൊന്നുമില്ല. നിന്നെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ലേ എന്ന് ചോദിച്ചു. ഓക്കെ എന്ന് ഞാനും പറഞ്ഞു. ഇത്തിരി സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും അവൾക്കൊരു ഫോൺ കോൾ വന്നു. അവൾ പറഞ്ഞു, ആൻറ്റി ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, ആൻറ്റിക്ക് ഇപ്പം സമ്മതമാണോ? എങ്കിൽ ഇപ്പോൾ അവസരം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ ചോദിച്ചു, അതെവിടാ മോളെന്ന്. ദേ ഒരാളിപ്പോൾ ഇങ്ങോട്ട് വരും കേട്ടോ, അടുത്ത ഫ്ലാറ്റിൽ താമസിക്കുന്നതാണ്. അടുത്ത ഫ്ലാറ്റിൽ എന്ന് പറയുമ്പോഴേക്കും താഴത്തെ നിലയാണ്. അവനവിടെ തന്നെയുള്ളൂ. 30 വയസ്സുണ്ട്. ആൻറ്റിക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പം തന്നെ അവൻ്റെ റൂമിലേക്ക് പോകാം. ഒരു 10 മിനിറ്റ് സംസാരിച്ച ശേഷം ഓക്കെ ആക്കാം. അവനിപ്പോൾ വരുവേന്ന് പറഞ്ഞു. ഇത്തിരി കഴിഞ്ഞപ്പോഴേക്കും ഒരാൾ വന്നു. സൂപ്പർ ചെക്കൻ, മോഡേൺ ചെക്കൻ. അവനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് തന്നെ ഒരു ഉത്സാഹം തോന്നി. ഇവനാണോ അമ്മായിമ്മയ്ക്ക് വരുന്നത്? അമ്മായിമ്മയെ ഇവൻ ഇഷ്ടപ്പെടുമോ? ഇഷ്ടപ്പെടില്ലായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ വന്നപ്പോഴേ എൻ്റെ കൂട്ടുകാരി സംസാരിച്ചും, ദേ ഇതാണ് ആൻറ്റി, ആൻറ്റിക്കാണെങ്കിൽ നിങ്ങളെപ്പോലുള്ള ആൾക്കാരെ ഒരു നോട്ടമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അയാൾ പറയുകയാണ്, ആൻറ്റി എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ആക്ച്വലി ആൻറ്റി എന്നെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ ഭാഗ്യമാണെന്ന്. അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അമ്മായിമ്മയ്ക്കും അങ്ങിളക്കമായി. 10 മിനിറ്റ് പോലും സംസാരിച്ചില്ല. അതിനു മുമ്പേ അമ്മായിമ്മ അയാളുടെ കൂടെ ഒരു ലജ്ജയുമില്ലാതെ അങ്ങ് പോയി. മുന്നേ പിന്നെ അറിയാത്ത ആളാണേ. അപ്പോഴേക്കും എൻ്റെ കൂട്ടുകാരി പറഞ്ഞു, നീ പേടിക്കണ്ട, ഇവിടെ സേഫാണ്. അവൻ എന്നെ തേടിയാണ് വിളിച്ചത്. പക്ഷേ ഇപ്പോൾ ആൻറ്റി ഉണ്ടല്ലോ, ആൻറ്റിയുടെ സ്വപ്നം ആദ്യത്തെ പടിയിൽ തന്നെ വെച്ച് ഞാനങ്ങ് നടത്തിക്കൊടുത്തു എന്ന് പറഞ്ഞു. എനിക്ക് പേടിയുണ്ടായിരുന്നു അവിടെ പോയിട്ട് എന്താകുമെന്ന്. 1-2 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും അമ്മായിമ്മ തിരിച്ചു വന്നു. കഥക് തുറന്നതും ഓടി വന്ന് എൻ്റെ കൂട്ടുകാരെ കെട്ടിപ്പിടിച്ചു. എൻ്റെ മോളെ, നിന്നെ ഞാൻ തൊട്ട് വന്നിച്ചോട്ടേടി. എന്തുവാടി, എത്ര നല്ല ആണുങ്ങളാണ് നിൻ്റെ കസ്റ്റഡിയിലുള്ളത്. ഇവൻ ശരിക്കും ഒരു തങ്കക്കുട്ടൻ തന്നെ. എന്താമ്മേ, എന്താ അങ്ങനെ പറഞ്ഞെന്ന് ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, നീ ഇങ്ങോട്ട് മാറി നിൽക്കുക, നിന്നോടല്ല പറയേണ്ടത്. ഇതൊക്കെ പറഞ്ഞാൽ എൻ്റെ മോൾക്കേ മനസ്സിലാകുള്ളൂ. നീ എന്താ, എൻ്റെ മകൻ അവനെ മാത്രമല്ലേ കണ്ടിട്ടുള്ളൂ. എൻ്റെ മോൾ അങ്ങനെയാണോ? പലതരം അവൾ കണ്ടതല്ലേ, കണ്ടു മടുത്തവളല്ലേ മോളെ. നീ പറ, ബെറ്റർ ആണോടി, ഇവനാണോ ബെറ്റർ എന്ന്? അപ്പോൾ അവൾ പറഞ്ഞു, എൻ്റെ അമ്മയെ കസ്റ്റഡിയിലുള്ളതിൽ ഏറ്റവും ബെറ്റർ ഇതൊന്നാണ്. എങ്കിലും വേറെയുമുണ്ട്. ആൻറ്റിക്കിനിയും ചാകരയായിരിക്കും. ചാകര എന്ന് പറഞ്ഞു. അപ്പം അമ്മ പറഞ്ഞു, എൻ്റെ മോളെ, നീ ഉള്ളത് കൊണ്ട് ഒരു കൊമ്പൻ സ്രാവിനെ എനിക്ക് കിട്ടി. ഇനി മോളെ തിമിംഗലം കിട്ടോടി എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവൾ പറയുകയാണ്, ആൻറ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ നീലത്തിമിംഗലം വരെ കൊണ്ടുവരും. ഇഷ്ടം പോലെയുണ്ട്. ഇതിനൊന്നും ഒരു പഞ്ഞവുമില്ല. ആൻറ്റി ഇനി വന്നാൽ മതി. സ്ഥലവും സൗകര്യവും എല്ലാം ഇവിടെ ഉണ്ട്. അപ്പോൾ അമ്മ പറഞ്ഞു, മോളെ എടി ഓയിൻമെൻറ്റോ മറ്റോ ഉണ്ടോ? അമ്മയ്ക്ക് ഇന്ന് അല്ലറ കുഴപ്പങ്ങളുണ്ടെന്ന്. അത് കേട്ട് അവൾ പൊട്ടിച്ചിരിച്ചു. ഇവിടെ എല്ലാം ഉണ്ട് ആൻറ്റി, ഒരു പ്രശ്നവുമില്ല. ആൻറ്റി പേടിക്കേ വേണ്ട, എല്ലാം ഞാൻ റെഡിയാക്കി തരാം. എനിക്കറിയാം ആൻറ്റിക്ക് പ്രശ്നമുണ്ടാകുമെന്ന്. കൈകാര്യം ചെയ്യാൻ ഇത്തിരി പ്രശ്നമല്ലേ, അതെനിക്ക് ഉറപ്പാണ്. ആൻറ്റിയാണെങ്കിൽ വർഷങ്ങളായിട്ട് വെറുതെ ഇരിക്കുകയായിരുന്നില്ലേ. അപ്പോൾ തീർച്ചയായിട്ടും കർമ്മപദത്തിലിറങ്ങുമ്പോൾ അവിടെ ചില പൊട്ടലും ചീറ്റിലൊക്കെ ഉണ്ടാകും എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞു, ശരിയാടി മോളെ, അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അതൊന്നൊരു പ്രശ്നമില്ല
പ്രശ്നവുമില്ല, ഇവിടെ എല്ലാം സ്റ്റോക്കുണ്ട്, വാ ഞാൻ റെഡിയാക്കി തരാമെന്ന് പറഞ്ഞ് അമ്മയെ അവളും കൂടെ അകത്ത് പോയി. ഞാനാണെങ്കിൽ അന്തം വിട്ടിരിക്കുകയായിരുന്നു. എത്ര പെട്ടെന്നാണ് അമ്മയുടെ കാര്യങ്ങൾ സാധിച്ചെടുത്തത്. എല്ലാത്തിനും കാരണക്കാരി ഞാൻ. എനിക്കാണെങ്കിൽ ഒന്നും കിട്ടുന്നതുമില്ല. വേണ്ട, ഇവരുടെ പാതയിൽ പോയി കഴിഞ്ഞാൽ ശരിയാകില്ല എന്ന് വിചാരിച്ച് ഞാൻ അടങ്ങി ഒതുങ്ങിയിരുന്നു മാഡം. പക്ഷേ അവളും അമ്മയുമായുള്ള കൂട്ടുകെട്ട് സൂപ്പർ ഹിറ്റായി. മിക്കവാറും ദിവസങ്ങളിൽ അവൾ അമ്മയെ വിളിക്കും, ഞാനും കൂടെ പോകും. എന്നിട്ട് അവൾ എവിടേക്കെങ്കിലും അമ്മയെ പറഞ്ഞു വിടും. അമ്മ 2-3 മണിക്കൂർ കഴിയുമ്പോൾ സൂപ്പറായിട്ട് തിരിച്ചു വരും. ഒരു വട്ടം പോയി കഴിയുമ്പോൾ മാഡം 12 വയസ്സുള്ള ഒരു ചെക്കനാണ്, അതും സൂപ്പർ ചെക്കൻ. അവന് എന്നെ കൂടി ഇഷ്ടമാകുമെന്നും എനിക്കപ്പോൾ തോന്നി. ശരിയായിരുന്നു, അവൻ പറഞ്ഞു അമ്മായിയമ്മയേക്കാൾ ഇഷ്ടം എന്നെയാണെന്ന്. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അമ്മായിയമ്മയ്ക്ക് ഇത്തിരി നീരസമുണ്ടായി. എങ്കിലും ഒരു പ്രശ്നവുമില്ലായിരുന്നു. അമ്മായിയമ്മയ്ക്കാണല്ലോ താല്പര്യം, ഞാനാണെങ്കിൽ ഭർത്താവിനെ ഓർത്ത് കഴിയുകയാണ് എന്ന് പറഞ്ഞു. പക്ഷേ അവന് വേറെ സ്ഥലമൊന്നുമില്ലാത്തതുകൊണ്ട് അവളുടെ വീടിൻ്റെ ബെഡ്റൂമിൽ തന്നെയായിരുന്നു അവരുടെ സംഗമലീലകൾ. അത് കഴിഞ്ഞ് അമ്മായിയമ്മ വന്നിക്കാൻ തുടങ്ങി. ചെക്കന് അവിടുന്ന് പോകാൻ പ്ലാനില്ല. അവൻ എന്നെ നോട്ടമിട്ടിരിക്കുകയാണ്. എന്നെക്കുറിച്ച് അവൻ വർണ്ണിച്ച് പറഞ്ഞു, ചേച്ചി ഇങ്ങനെ വെറുതെ ഇരുന്നാൽ ശരിയാകില്ല, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ചെക്കനെന്നെ അടിപൊളി വർണ്ണിച്ച് പറഞ്ഞു. 2 പേർക്കും അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അവർ 2 പേരും കൂടെ പറഞ്ഞു, അവൻ്റെ വലിയ മോഹമല്ലേ, നീ മസിൽ പിടിക്കണ്ട പ്ലീസ്, ഇന്നത്തേക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യൂ, അവൻ നമ്മുടെ പുന്നാരക്കുട്ടനല്ലേ എന്നൊക്കെ പറഞ്ഞു. എൻ്റെ കൂട്ടുകാരുടെ പെറ്റായിരുന്നു ആ ചെക്കൻ. അങ്ങനെ കഴിഞ്ഞപ്പോൾ അവരുടെ നിർബന്ധം മൂലം ഞാനങ്ങ് പോയി. ചെക്കനാണെങ്കിൽ എന്നോട് അമിതമായ താല്പര്യം. എൻ്റെ ഭർത്താവിന് ഇല്ലാത്ത തരം താല്പര്യങ്ങളും സൂത്രവാക്യങ്ങളും അവൻ പുറത്തിട്ടപ്പോൾ ഞാനും അലിഞ്ഞു പോയി. അവൻ എന്നോട് നിർദ്ദേശിച്ച പോലെ ഞാൻ നിർദ്ദേശിച്ച പോലെ അവനും എന്നോട് അലിഞ്ഞലിഞ്ഞുള്ളൊരു ബന്ധമായിരുന്നു മാഡം. എനിക്ക് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒന്നിനും തടസ്സം പറയാൻ പറ്റിയില്ല. ഡേറ്റും മറ്റു കാര്യങ്ങളും ഒന്നും ശ്രദ്ധിച്ചില്ല മാഡം. ആ ദിവസം അത് മംഗളകരമായിട്ട് കഴിഞ്ഞു. പക്ഷേ പിന്നീട് അതെനിക്ക് പ്രശ്നമായി. അടുത്ത മാസത്തെ ഡേറ്റ് തെറ്റി. അമ്മായിയോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഈസി ആയിട്ട് അവർ പറഞ്ഞു, ഒരു പ്രശ്നവുമില്ല, ഒഴിവാക്കാമെന്ന്. പുള്ളിക്കാർ തന്നെ മുൻകൈ എടുത്ത് ഡോക്ടറെ കണ്ട് അതൊക്കെ ക്ലിയർ ആക്കി തന്നു. പക്ഷേ അന്ന് മുതൽ എനിക്ക് വല്ലാത്ത കുറ്റബോധമാണ്. എൻ്റെ ഹസ്ബൻഡ് അടുത്ത മാസം വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തെ എങ്ങനെ ഫേസ് ചെയ്യും എന്നുള്ള മനോക്ഷേമത്തിലാണ് ഞാൻ. അമ്മായിയമ്മ കൂളാണ്, പിന്നെ അവനെ ഫേസ് ചെയ്യാനൊന്നുമില്ല, സ്വാഭാവികമായിട്ടൊക്കെ പെരുമാറിയാൽ മതി. ഇതൊന്നും വലിയ കാര്യമല്ല. ജീവിതത്തിൽ വെറൈറ്റി ആയിട്ടുള്ള അനുഭവങ്ങൾക്കൊക്കെ ഇനിയും ചാൻസസ് ഉണ്ട്. ഭർത്താവിനെ മാത്രം ഓർത്തിരുന്നു കഴിഞ്ഞാൽ നിന്റെ ജീവിതം കുളമാകും, അത്രയേ ഉള്ളൂ, വിട്ടുകളയെന്ന് പറഞ്ഞ് നിസ്സാരമായിട്ടിരിക്കുകയാണ്. എൻ്റെ ഉള്ളിൽ കുറ്റബോധം നിറഞ്ഞപ്പോഴാണ് മാഡത്തിന് ഞാൻ ഇമെയിൽ അയക്കുന്നതെന്നാണ് എഴുതിയിട്ടുള്ളത്. ഓരോ വ്യക്തികളുടെയും സ്വഭാവം ഓരോ രീതിയിലാണ്, അവരുടെ മനസ്സിൻ്റെ സദാചാരവും ഓരോ രീതിയിലാണ്. അമ്മായിയമ്മയ്ക്ക് കുറ്റബോധമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ സാഹചര്യങ്ങൾ കൊണ്ട് അടിച്ചമർത്തപ്പെട്ട് അവിടെ നിന്നു. അല്ലാതെ ഈ കാര്യത്തിൽ അവർക്ക് സദാചാരമൊന്നും പണ്ടേ ഇല്ലായിരുന്നു. ഭർത്താവിനെ പേടിച്ചവർ അടങ്ങി ഒതുങ്ങി കഴിഞ്ഞു. അവസരം കിട്ടിയപ്പോൾ ആളിക്കത്തി, അത്രയേ ഉള്ളൂ. അവർക്കതിൽ ഒന്നും തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ മരുമകളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കൂടിയപ്പോഴും അവർക്ക് അത് ഓക്കെയാണ്. മകനെ വഞ്ചിക്കുന്നതിലും അവർക്ക് പ്രശ്നമില്ല. അവരുടെ മനസ്സ് വേറെ. നിങ്ങളുടെ മനസ്സെന്ന് പറയുമ്പോൾ ഭർത്താവിനെ വഞ്ചിക്കരുത്, നല്ലവളായി ജീവിക്കണം എന്നൊക്കെയായിരുന്നു. പക്ഷേ അങ്ങനെയുള്ള നിങ്ങൾ എന്താ ചെയ്യുന്നത്? അമ്മായിമ്മ പറഞ്ഞ ഐഡിയയോട് എല്ലാം കൂട്ടുനിന്നു. അപ്പോൾ അങ്ങനെ ചെയ്യരുത് അമ്മേ, അത് ശരിയാകില്ല എന്ന് പറഞ്ഞിട്ട് അവരെ നല്ല വഴിക്ക് നയിക്കേണ്ട നിങ്ങൾ അവരുടെ കൂടെ എല്ലാ ഇളവുകൾക്കും കൂട്ടുനിന്നു. നിങ്ങൾക്ക് നല്ല സ്നേഹം കിട്ടും, സ്വാതന്ത്ര്യം കിട്ടുമെന്ന് ഓർത്ത്. അത് കഴിഞ്ഞിട്ട് അവർ നിർബന്ധിച്ച് കഴിഞ്ഞപ്പോഴേക്കും നിങ്ങൾ കുളത്തിലെടുത്ത് ചാടുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് പറയുകയാണ്, അയ്യോ എനിക്ക് നീന്താൻ പറ്റുന്നില്ലേ, വെള്ളമാണ്, അരയ്ക്കപ്പം വെള്ളമാണെന്ന് പറഞ്ഞാൽ എന്താ കാര്യം? ഒരു കാര്യവുമില്ല. അപ്പം നിങ്ങൾ തന്നെയായിരുന്നു നിങ്ങളെ നിയന്ത്രിക്കേണ്ടത്. എനിക്ക് പറയാനുള്ളത് കഴിഞ്ഞത് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഭർത്താവ് വരുമ്പോൾ നിങ്ങൾ നന്നായി പെരുമാറുക. ഇനിയിപ്പോൾ അമ്മായിയമ്മയുടെ പാതയിലേക്ക് പോകില്ലെന്ന് ഉറച്ച തീരുമാനം എടുക്കുക. അമ്മായിയമ്മയ്ക്ക് അമ്മായിയമ്മയുടെ സ്വകാര്യമായ കാര്യങ്ങൾ ഉണ്ടായിരിക്കാം, അതിൽ നിങ്ങൾ കൂടുതൽ ഇടപെടേണ്ട കാര്യമില്ല. അവരനുകരിക്കുന്നത് നിങ്ങൾ അനുകരിക്കാൻ പോകാതിരുന്നാൽ മതി. നടന്നത് നടന്നില്ല, അതിനെപ്പറ്റി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾക്ക് കുറ്റബോധമില്ലാതെ മുന്നോട്ട് പോകാൻ മാത്രം നിങ്ങളുടെ സ്വഭാവം നിങ്ങൾ നന്നാക്കുക. അമ്മായിയമ്മയെ നിങ്ങൾക്ക് നന്നാക്കാൻ പറ്റുമെന്ന് അറിയില്ല, എങ്കിലും നിങ്ങൾക്ക് നേർമയായിട്ട് പോകാം. ഇനി ഭർത്താവിനെ മാത്രം വിചാരിച്ചിരിക്കുക എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ തീരാവുന്ന കാര്യമേ ഉള്ളൂ. തെറ്റുകളൊക്കെ മനുഷ്യൻ്റെ സഹജമാണ്. അതിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുമോ? ഒന്നും ചെയ്യാൻ പറ്റില്ല. നടന്നു ഇനിയിപ്പോൾ ഇല്ല എന്നുള്ള രീതിയിൽ തന്നെ മുന്നോട്ട് പോവുക. ആരെയും പിണക്കാതെ നിങ്ങൾ നിങ്ങളുടെ സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കുകയാണ്. മറ്റുള്ളവർ പറയുമ്പോൾ വഴങ്ങാതിരുന്ന് കഴിഞ്ഞാൽ എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. നമ്മളായിട്ടിരിക്കുക. എവിടെ പോയെന്ന് പറഞ്ഞാലും അത്രയേ ഉള്ളൂ. ഏത് കള്ളന്മാരുടെ കൂട്ടത്തിൽ പോയെന്ന് പറഞ്ഞാലും നമുക്ക് നന്നായിട്ട് നിൽക്കാൻ പറ്റുമെങ്കിൽ ഒരു പ്രശ്നവും അവിടെ ഉണ്ടാകില്ല. അതാണ് എനിക്ക് പറയാനുള്ളത്.